ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ എംപോറിയോ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു വീഡിയോ ആണ്. സ്റ്റോക്ക് ലെവൽസ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് സ്റ്റോക്ക് ലെവൽസ്. എന്താണ് സ്റ്റോക്ക് ലെവൽ, എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഒരു നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്തിനാണ് ഈ സ്റ്റോക്ക് ലെവൽസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാരണവശാലും നമ്മളുടെ ബിസിനസ്സിൽ, നമ്മുടെ ഓർഗനൈസേഷനിലോ അധികമായിട്ട് സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങൾ അറൈസ് ചെയ്യും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓവറായിട്ട് നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അധികമായിട്ട് നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ക്യാരിയിങ് കോസ്റ്റിനെ ഇമ്പാക്ട് ചെയ്യും. അതായത് നമുക്ക് അതെന്താണ്, ഒരു അധികമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. കാരണം ആ സ്റ്റോക്ക് അവിടെ അങ്ങനെ കെട്ടിക്കിടക്കുകയുള്ളൂ, ബൾക്കായിട്ട് അവിടെ കിടക്കും. അതല്ല, നമുക്ക് വേറൊരു നിവൃത്തിയുമില്ല. അങ്ങനെ വരുന്ന സമയത്താണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് സെയിലൊക്കെ ഇട്ടിട്ട് ഈ സ്റ്റോക്ക് എങ്ങനെയും നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കട കാലിയാക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകും, അല്ലെ? അത് ഓവർ സ്റ്റോക്കിങ്ങിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഓവർ സ്റ്റോക്കിങ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഓവർ സ്റ്റോക്ക് ചെയ്യാതെ വളരെ കുറഞ്ഞ അളവിൽ സ്റ്റോക്ക് ചെയ്താലോ അവിടെയും നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ഡിമാൻഡ് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ഡിമാൻഡ് അറൈസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കൈവശം സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഡിമാൻഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓരോ സ്റ്റോക്ക് ലെവലും എന്താണെന്നും ഏത് സമയത്താണ് നമ്മൾ പുതിയ സ്റ്റോക്കിന് ഓർഡർ കൊടുക്കേണ്ടതും ഏത് സമയത്ത് നമ്മൾ സ്റ്റോക്ക് ഓർഡർ എന്ത് ചെയ്യണം, കൊടുക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ തന്നെ ഏത് സമയത്താണ് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഓർഡേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് എമർജൻസി ആയിട്ട് കൊടുക്കേണ്ട കാര്യം കൊടുത്ത് തീർക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ലെവൽസിന്റെ ഈ ഒരു സെഷനിലേക്ക് എന്ത് ചെയ്യാം, നേരിട്ട് പോകാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മെത്തേഡ്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് ലെവൽസ്, റീഓർഡർ ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ, ബഫർ സ്റ്റോക്ക് ആൻഡ് സം പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങൾ സാർ ഒറ്റയടിക്ക് തീർക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഒരു അറൌണ്ട് 20 മിനിറ്റ്സിനുള്ളിൽ തീരാവുന്ന കാര്യങ്ങളെ ഇതിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ലെങ്തി ആയിട്ട് നമ്മൾ കൊണ്ടുപോകില്ല. ഓക്കെ, അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഗുഡ്സ്, മെർച്ചൻഡൈസ്, മെറ്റീരിയൽസ് വിച്ച് ഈസ് ബീൻ ഹെൽഡ് ബൈ ദ ബിസിനസ്. നമ്മുടെ ബിസിനസ് ഹെൽഡ് ചെയ്ത് വെക്കുന്ന എല്ലാ ഗുഡ്സും മെർച്ചൻഡൈസ് മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ എന്ന് പറയുന്നത് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അപ്പം സോ ഇൻവെന്ററി കൺട്രോളിനെ സിമ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് പ്രകാരമാണ്, കൺട്രോൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് എൻഷുറിംഗ് ദാറ്റ് sufficient goods are retained in stock to meet all the requirements without carrying unnecessarily large stocks. അതായത് അധികം സ്റ്റോക്ക് വെക്കാതെ നമ്മളുടെ ആവശ്യമുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സ്, നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള സ്റ്റോക്സ് നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇൻവെന്ററി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്, കൂടുതൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യാതെ നമ്മളുടെ ബിസിനസിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന അളവിൽ, അതായത് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സഫിഷ്യന്റ് സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് ഇൻവെന്ററി. 4 രീതിയിലാണ് ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നത്. ഒന്ന്, ബൈ സെറ്റിംഗ് സ്റ്റോക്ക് ലെവൽ സെറ്റ് ചെയ്തിട്ട്. 2, റിലേറ്റീവ് ക്ലാസിഫിക്കേഷന്റെ ബേസിസിൽ, റേഷ്യോ അനാലിസിന്റെ ബേസിസിൽ, അതുപോലെ തന്നെ ഫിസിക്കൽ കൺട്രോളിന്റെ ബേസിസിൽ. നമ്മൾ നോക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്, സ്റ്റോക്ക് ലെവൽസ്, സെറ്റിംഗ് സ്റ്റോക്ക് ലെവൽസ് സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഓരോ ലെവലും എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ലെവലാണ് റീഓർഡർ ലെവൽ. വെൻ ടു ഓർഡർ, നിങ്ങളുടെ സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ എത്തുന്ന സമയത്താണ് നിങ്ങൾ ഓർഡർ കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് നിങ്ങൾ ഓർഡർ കൊടുക്കേണ്ടത്. ഇപ്പൊ സേ ഫോർ നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ, നിങ്ങളുടെ ഗോഡൌണിൽ എന്തുണ്ട്, ഒരു 10,000 യൂണിറ്റ്സ് ഓഫ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതെങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, എടുക്കുന്ന സമയം, അത് നിങ്ങളുടെ പ്രൊഡക്ഷൻ പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സമയത്തോ അത് എന്ത് ചെയ്യും, കുറഞ്ഞു വരും, അല്ലെ? അത് ഇങ്ങനെ കുറയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തണം. ആ ലെവൽ ഏത് ലെവലിലാണ് എത്തേണ്ടത്, ആ ലെവലിൽ എത്തുന്ന സമയത്ത് ഏത് ലെവലിൽ നിന്നാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നെക്സ്റ്റ് പുതിയ ഓർഡർ നിങ്ങൾ എപ്പോഴാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അതെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റീ ഓർഡർ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത് റീഓർഡർ ക്വാണ്ടിറ്റി, ഹൗ മച്ച് ടു ഓർഡർ,
എത്രയാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ, അത് പ്രശ്നമില്ല. റീ ഓർഡർ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം. പക്ഷെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം എന്താ, നിങ്ങളുടെ ക്യാരിങ് കോസ്റ്റും നിങ്ങളുടെ ഓർഡറിംഗ് കോസ്റ്റും എന്തായിരിക്കും അവിടെ കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ എത്തുന്ന സമയത്താണ് നിങ്ങൾ ഓർഡർ കൊടുക്കേണ്ടത്. റീ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ് നിങ്ങൾ ഓർഡർ കൊടുക്കേണ്ടത്. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് അപ് ടു ഹൗ മച്ച് ടു സ്റ്റോക്ക്, എത്ര വരെ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എത്ര വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് എത്ര വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. മിനിമം സ്റ്റോക്ക് ലെവൽ അറ്റ്ലീസ്റ്റ് ഹൗ മച്ച്, എത്ര വരെ താഴെ പോകാം. മിനിമം സ്റ്റോക്ക് ലെവൽ അതിനും താഴോട്ട് പോയാൽ എന്താകും, പ്രശ്നമാണ്. മിനിമം സ്റ്റോക്ക് ലെവലിനെക്കാട്ടും താഴോട്ട് പോയാൽ എന്താണ്, പ്രശ്നമാണ്. അപ്പൊ മിനിമം എത്രയാണ് നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ നോർമൽ അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക് ലെവൽ. എന്താണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ? സ്റ്റോക്ക് ദാറ്റ് ഈസ് നോർമലി കെപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ആവറേജ് ബേസിസിലുള്ള സ്റ്റോക്കുകളുടെ എണ്ണം എത്രയാണ്. ഒരു ആവറേജ് സ്റ്റോക്ക് നിങ്ങളുടെ കൈവശം എത്ര ഉണ്ടായിരിക്കും. ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കെപ്റ്റ് ഫോർ എമർജൻസി റിക്വയർമെന്റ്. പെട്ടെന്നൊരു എമർജൻസി റിക്വയർമെന്റ്, അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് താഴെയാണ്, മിനിമം സ്റ്റോക്ക് ലെവലിന് താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, ഡേഞ്ചർ സ്റ്റോക്ക് ലെവലാണ്. പിന്നെ അവിടെ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ പറഞ്ഞാൽ എമർജൻസി ആയിട്ട് കൊടുക്കേണ്ടത് മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ള എല്ലാ പരിപാടിയും നിർത്തി വെച്ചുകൂടാം. മിനിമത്തിൽ താഴെ എത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചർ സ്റ്റോക്ക് ലെവലായി. ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ഏതൊക്കെ ഓർഡേഴ്സ് മീറ്റ് ചെയ്യണോ ആ ഓർഡേഴ്സ് നിങ്ങൾ ഫുൾഫിൽ ചെയ്തു, ബട്ട് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ഓർഡേഴ്സ് നിങ്ങൾ അവിടെ നിർത്തിക്കൂടുക. ദാറ്റ്സ് ഇറ്റ്, ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ. ബഫർ സ്റ്റോക്ക് അതായത് സ്റ്റോക്ക് ലെവൽ അല്ല. ബഫർ സ്റ്റോക്ക് എന്തല്ല, ഒരു സ്റ്റോക്ക് ലെവൽ അല്ല, അത് ഒരു സർട്ടൻ പെർട്ടിക്കുലർ സ്റ്റോക്കുകളാണ്, ഒരു കൃത്യമായിട്ട് ഒരു ക്വാണ്ടിറ്റി ഓഫ് നമ്പർ ഓഫ് സ്റ്റോക്ക് ആണ്. പെട്ടെന്ന് ഒരു മിറ്റിഗേറ്റ് സഡൻ ഡിമാൻഡ് അറൈസ് ചെയ്താൽ കൊടുക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ മാറ്റി വെക്കപ്പെടുന്ന ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ബഫർ സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്രാഫ്, നമുക്കൊരു ഹെൽപ്പ് ഓഫ് ദ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, സ്റ്റോക്ക് ലെവൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡർ ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, ബഫർ സ്റ്റോക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, 500 ആണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. അതായത് 500 യൂണിറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. 100 യൂണിറ്റ് ആണ് നിങ്ങളുടെ എന്ത്, മിനിമം സ്റ്റോക്ക് ലെവൽ. 100-നേക്കാളും താഴോട്ട് പോയി കഴിഞ്ഞാൽ ദിസ് ഏരിയ വിൽ ബി നോൺ ആസ് ഡേഞ്ചർ സ്റ്റോക്ക് ലെവലാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 100-നേക്കാളും താഴോട്ട് പോയാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എന്തേ കൊടുക്കാൻ പാടുള്ളൂ, യു ഹാവ് വാട്ട് ടു ഡു, നിങ്ങൾ എന്ത് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ, എമർജൻസി സിറ്റുവേഷൻസ് മാത്രം ഹാൻഡിൽ ചെയ്യുക, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തോളാം. 300 എന്ന് ഇവിടെ കാണാൻ പറ്റും. അതായത് ദിസ് ഇസ് ദ റീഓർഡർ ലെവൽ. അതായത് ഇവിടെ എത്തുന്ന സമയത്ത് റീഓർഡർ ചെയ്യണം. അതായത് നിങ്ങളുടെ കൈവശം 500 സ്റ്റോക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ എന്ത് ചെയ്യും, സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യും, കുറഞ്ഞ് 300 എത്തും. 300 എത്തിക്കഴിഞ്ഞാൽ 300 എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം. 300 ആണ് നിങ്ങളുടെ റീഓർഡർ ലെവൽ. 300 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അങ്ങനെ പുതിയ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടുമോ? പുതിയ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ആ സംഭവം കിട്ടുമോ? നിങ്ങളിപ്പോ ആമസോണിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം, ഫ്ലിപ്കാർട്ടിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം സാധനം എത്തുമോ? ഇല്ല. അവിടെ നമുക്ക് അറൈസ് ചെയ്യുന്ന സംഭവം ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് ടൈം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിയിലുണ്ടാവും. ഇപ്പോൾ നമ്മളോട് പറയുമ്പോൾ 2 to 5 days എന്നൊക്കെ ആയിരിക്കും പറയാം, അല്ലെ? 2 to 5 days. അതായത് ഇവിടെ ഒരു മിനിമം ലീഡ് ടൈം ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഒരു മാക്സിമം ലീഡ് ടൈം ഉണ്ട്, അല്ലെ? അപ്പൊ ഇത് അതായത് ഇവിടെ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ റീഓർഡർ ലെവൽ എത്തി, അല്ലെ? ഈ റീഓർഡർ ലെവൽ എത്തി, പിന്നെ അടുത്ത റീഓർഡർ ലെവൽ എത്തി കഴിഞ്ഞാലും നിങ്ങൾ അവിടെ നിങ്ങളുടെ പ്രൊഡക്ഷൻ നിർത്തുമോ? ഇല്ല. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ല, നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഓർഡർ കിട്ടുക. ഈ ഓർഡർ കിട്ടുന്ന ഈ ഒരു ടൈമിന് നമ്മൾ എന്ത് പറയാ, ലീഡ് ടൈം എന്ന് പറയാം, അല്ലെ? അപ്പൊ ഈ ഇവിടെ എത്തി നിങ്ങളുടെ മിനിമത്തിൽ എത്തുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലേസ് ആയി, ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെലിവർ ആയിട്ടുണ്ടാവും. ഓർഡർ ഓൾറെഡി ഡെലിവർ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളുടെ സ്റ്റോക്ക് ലെവൽ ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും, ടോപ്പിലേക്ക് പോകും. അതായത് മാക്സിമം സ്റ്റോക്ക് ലെവലിലേക്ക് എത്തുന്നതായിരിക്കും, അല്ലെ? മാക്സിമം സ്റ്റോക്ക് ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, എത്തുമെന്നുള്ള. അപ്പൊ റീഓർഡർ ലെവലിൽ എത്ര റീഓർഡർ ക്വാണ്ടിറ്റി, അതായത് റീഓർഡർ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബേസ്ഡ് അപ്പോൺ EOQ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് അത് തീരുമാനിക്കാം എന്നുള്ളതാണ്. അപ്പം ലീഡ് ടൈം ഈ പറഞ്ഞിരിക്കുന്ന ടൈമാണ്. സ്റ്റോക്ക് ലെവൽ താഴോട്ട് വരുന്നു, ഒരു പീരീഡ് എത്തിക്കഴിഞ്ഞാൽ റീഓർഡർ പീരീഡ്, അതൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറയാം. ഓക്കെ, റീഓർഡർ ലെവൽ നമ്മൾ കണ്ടുപിടിക്കും. ആ റീഓർഡർ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. മാക്സിമം സ്റ്റോക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ലീഡ് ടൈം എന്ന് പറയുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീഡ് ടൈമിൽ മാക്സിമം ലീഡ് ടൈം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മിനിമം ലീഡ് ടൈം ഉണ്ടായിരിക്കും, ആവറേജ് ലീഡ് ടൈമും ഉണ്ടായിരിക്കും. മാക്സിമം, മിനിമം ആൻഡ് ആവറേജ് ലീഡ് ടൈമും ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നേരിട്ട് ഇതിന്റെ ഫോർമുലാസിലേക്ക് പോകാം. റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ. ആദ്യത്തേതാണ് ഇത് റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ, അതായത് റീ ഓർഡർ ലെവൽ. ഓക്കെ, റീ ഓർഡർ ലെവൽ, ROL. അപ്പൊ റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് ലെവൽ അറ്റ് വിച്ച് ഫ്രഷ് ഓർഡർ ഷുഡ് ബി പ്ലേസ്ഡ് ഫോർ റിപ്ലേസ്മെന്റ് ഓഫ് സ്റ്റോക്ക്. അതായത് പുതിയ ഓർഡർ, അതായത് റീ ഓർഡർ ലെവൽ, നിങ്ങൾ ഈ ഓർഡർ ഏത് ലെവലിൽ എത്തുന്ന സമയത്താണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ റീ ഓർഡർ ലെവൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. മാക്സിമം കൺസംഷൻ മീൻസ്, മാക്സിമം കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആനുവൽ കൺസംഷൻ ആണ്. മാക്സിമം നിങ്ങൾ എത്ര കൺസ്യൂം ചെയ്യും. അപ്പൊ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. നേരത്തെ പറഞ്ഞ മാക്സിമം ലീഡ് ടൈം 2 to 5 days. അപ്പം 5 ഇവിടുത്തെ മാക്സിമം ലീഡ് ടൈം. അപ്പം 2 എത്രയാണ് യൂണിറ്റ്സ്, അത് ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ROL is equal to മിനിമം സ്റ്റോക്ക് ലെവൽ. എത്രയാണോ മിനിമം സ്റ്റോക്ക് ലെവൽ ഇൻറ്റു ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. അപ്പൊ ആവറേജ് കൺസംഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2. ആവറേജ് ലീഡ് ടൈം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, മാക്സിമം ലീഡ് ടൈം പ്ലസ് മിനിമം ലീഡ് ടൈം ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി റീ ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ്. EOQ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഗോ ത്രൂ ചെയ്യുക. നിർബന്ധമായിട്ട് ആ വീഡിയോ കാണാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി √2AO ഡിവൈഡ് ബൈ C. മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവലും മാക്സിമം സ്റ്റോക്ക് ലെവലും കാണുന്ന സമയത്ത് രണ്ടും ഒരേപോലത്തെയുള്ള മാറിപ്പോകാൻ, ഈ രണ്ട് ഇക്വേഷൻസ് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്ന സമയത്ത് മിനിമം ആണ്, അല്ലെ, മിനിമം ആണ്. അപ്പൊ അതിന് ലെങ്ത്തും ആ ഇക്വേഷൻ ലെങ്ത്തും വളരെ കുറവായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ലോവസ്റ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ആണ്, ലോവസ്റ്റ് ലെവൽ സ്റ്റോക്ക് ആണ്. അപ്പൊ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ, ROL, റീ ഓർഡർ ലെവൽ മൈനസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം. അതേസമയം മാക്സിമം സ്റ്റോക്ക് ലെവൽ എത്തുന്ന സമയത്ത് നിങ്ങളോട് ശ്രദ്ധിക്കണം, മാക്സിമം സ്റ്റോക്ക് ലെവൽ ആവുന്ന സമയത്ത് ROL ഉണ്ട്, പ്ലസ് ഇതിന്റെ കൂടെ ഏത് കൂടെ ആഡ് ചെയ്യണം, ROQ നിങ്ങൾ ആഡ് ചെയ്യണം. റീ ഓർഡർ ക്വാണ്ടിറ്റി നിങ്ങൾ ആഡ് ചെയ്യണം. മൈനസ് എന്ത് ചെയ്യാം, ആവറേജ് കൺസംഷന് പകരം നിങ്ങൾ കാണുന്ന ഏതാണ്, മാക്സിമം ആണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ആണ് കാണുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവൽ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, ROL ഉണ്ട്, ROLന്റെ കൂടെ ഏത് ആഡ് ചെയ്യുക, റീ ഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അത് ഏത് ലെസ് ചെയ്യാം, മാക്സിമത്തിന്റെ ഓപ്പോസിറ്റ്, അതായത് ഏതാണ്, മിനിമം കൺസംഷൻ ഇൻറ്റു ഏത്, മിനിമം ലീഡ് ടൈം. ഓക്കെ, നോക്കാം. ഹൈയസ്റ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ആണല്ലേ, ROL പ്ലസ് ROQ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡ് ടൈം. അപ്പം മിനിമം കൺസംഷൻ ആണ്, മിനിമം സ്റ്റോക്ക് ലെവൽ ആണ് കാണുന്നതെങ്കിൽ ROL ഉണ്ട്, അല്ലെ, ROL ഉണ്ട്. മിനിമം ആണെങ്കിൽ ROL ഉണ്ട്. ROL എന്ത് മൈനസ് ചെയ്താൽ മതി, ആവറേജ് കൺസംഷൻ മൈനസ് ചെയ്ത് ആവറേജ് ലീഡ് ടൈം. ഓക്കെ, ഇതേതാണ്, മിനിമം സ്റ്റോക്ക് ലെവൽ ആണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ കാണണമെങ്കിലോ റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മാക്സിമത്തിന്റെ ഓപ്പോസിറ്റ്, അതായത് മിനിമം കൺസംഷൻ പ്ലസ് മിനിമം ലീഡ് ടൈം. ക്ലിയർ ആണല്ലോ. ആ ഒരു കണക്ഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. ആവറേജ് ഇൻവെന്ററി കാണാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് ROQ പ്ലസ് ഹാഫ് ഓഫ് ROQ, റീ ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഹാഫ്, ആവറേജ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു
ഇത് നോക്കാം, ഗ്രാഫ് നോക്കാം. ഇവിടെ ഇതാണല്ലോ റീ ഓർഡർ ലെവൽ, നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോദിക്കുന്ന ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മിനിമം ആണിത് അല്ലെ. മിനിമത്തിന്റെ കൂടെ റീ ഓർഡറിന്റെ, അതായത് മിനിമത്തിൽ റീ ഓർഡർ ചെയ്താൽ ഫുള്ളായി അല്ലെ, കംപ്ലീറ്റ് എത്തും, ടോപ്പിലേക്ക് എത്തും. അപ്പൊ ടോപ്പിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, അതിന്റെ ഹാഫ് കിട്ടി കഴിഞ്ഞാൽ ദിസ് വിൽ ബി നിങ്ങളുടെ ഏത് വരുന്നത്, ആ പോയിന്റ് അല്ല, അതിന്റെ ഹാഫിലേക്ക് എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റീ ഓർഡർ ലെവലിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ആവറേജ് സ്റ്റോക്ക് കിട്ടും, അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക് ലെവൽ കിട്ടും. അതായത് ഹാഫ് ഓഫ് ഏത് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് ഓഫ് ROQ. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ, മാക്സിമം പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2. മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2. ഏത് വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ രണ്ടും നിങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആൻസർ ആയിരിക്കും. രണ്ട് ആൻസർ ആണെങ്കിലും അത് തെറ്റല്ല, നിങ്ങൾക്ക് എന്തായാലും അതിനെന്ത് കിട്ടും, മാർക്ക് കിട്ടും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ചിലപ്പോൾ ചില ചെറിയ ഡിഫറൻസ് ആൻസേഴ്സിൽ വന്നിട്ടുണ്ടാകാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിഷയമുള്ള കാര്യമല്ല, അത് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടുന്നതായിരിക്കും. മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് 1/2 ഓഫ് ROQ ആണെങ്കിലും മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2 ആണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ ഫൈൻ. ഇനി ഡേഞ്ചർ ലെവൽ, എങ്ങനെയാണ് ഡേഞ്ചർ ലെവൽ കമ്പ്യൂട്ട് ചെയ്യുക? ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ നോർമൽ ഇഷ്യൂസ് ഓഫ് ദ റോ മെറ്റീരിയൽ ഇൻവെന്ററി ആർ സ്റ്റോപ്ഡ്. ഡേഞ്ചർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്തായി, നോർമൽ ഇഷ്യൂസ് ഒക്കെ തന്നെ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. എമർജൻസി ഇഷ്യൂസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടെ പിന്നെ നമ്മൾ നടപ്പിലാക്കുള്ളൂ. കാരണം മിനിമം ലെവലിനെക്കാളും മിനിമത്തിനേക്കാളും താന്നു. അപ്പൊ മിനിമത്തിനേക്കാളും താന്നു കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തും. അത്രയും എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് എന്തുണ്ടോ ആ കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുള്ളൂ. അതായത് ആവറേജ് കൺസംഷൻ ഇൻറ്റു ലീഡ് ടൈം ഫോർ എമർജൻസി പർച്ചേസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഫോർമുലാസ് വരുന്നത്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. സ്റ്റോക്ക് മേ ബി കെപ്റ്റ് ഫോർ കണ്ടീജൻസി. ഇതൊരു സ്റ്റോക്ക് ലെവൽ അല്ല, ഇറ്റ് ഈസ് എ സ്റ്റോക്ക് that may be kept for contingency to be used in case of sudden order, or such stock is known as buffer stock. പെട്ടെന്ന് ഒരു ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ബഫർ സ്റ്റോക്ക്. അതായത് സ്റ്റോക്ക് ലെവല് അല്ല എന്ന് കൂടി മനസ്സിലാക്കാം. നമുക്ക് പ്രോബ്ലം നമ്പർ 1. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ, കാൽക്കുലേറ്റ് റീ ഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ലെവൽ പറഞ്ഞിട്ടുണ്ട്, മിനിമം ലെവൽ പറഞ്ഞിട്ടുണ്ട്, ആവറേജ് ലെവൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റീ ഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ആവറേജ് ലെവൽ, ഇത്രയും ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. റീ ഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 1500 യൂണിറ്റ്സ്. റീ ഓർഡർ പീരീഡ് 4 to 6 വീക്സ് ആണ്. അപ്പൊ ഇതിൽ 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4 എന്താണ്, മിനിമം റീ ഓർഡർ പീരീഡ് ആണ്. 6 എന്താണ്, മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ്. മാക്സിമം കൺസംഷൻ തന്നിട്ടുണ്ട് എത്രയാ, 400 യൂണിറ്റ്സ് ആണ്. നോർമൽ കൺസംഷൻ പറഞ്ഞിട്ട് 300. നോർമൽ കൺസംഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, ഇല്ല അല്ലേ? എന്താ നോർമൽ കൺസംഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആവറേജ് കൺസംഷൻ ആണ്. നോർമൽ കൺസംഷൻ മീൻസ് വാട്ട്, ആവറേജ് കൺസംഷൻ. മിനിമം കൺസംഷൻ തന്നിട്ടുണ്ട്. ഒരു വിധം കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കണ്ടുപോകാം. ഫസ്റ്റത്തെ പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കണ്ടത് എന്താ, ROL, റീ ഓർഡർ ലെവൽ എന്താ, മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം ലീഡ് ടൈം. അപ്പൊ നമുക്ക് നോക്കാം, മാക്സിമം കൺസംഷൻ എത്രയാ, 400 യൂണിറ്റ്സ് പെർ വീക്ക് ആണ്. മാക്സിമം ലീഡ് ടൈം എത്രയാ, 600 ആണ്. 6 ആണ് മാക്സിമം, ലീഡ് ടൈം എത്രയാ, 600 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 400 മാക്സിമം കൺസംഷൻ ഈസ് ഈക്വൽ ടു 400 into 6, that will be equal to 2400 യൂണിറ്റ്സ്. അപ്പം നിങ്ങളുടെ സ്റ്റോക്ക് കുറഞ്ഞ് 2400 എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, റീ ഓർഡർ ചെയ്യണം. പുതിയ ഓർഡർ ക്വാണ്ടിറ്റി പുതിയ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. എവിടെ എത്തുന്ന സമയത്ത്, 2400 യൂണിറ്റ്സ് എത്തുന്ന സമയത്ത് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം തന്നെ. നോട്ട് ഓർഡർ കൊടുക്കേണ്ട എണ്ണം എത്ര എന്നല്ല, 2400 യൂണിറ്റ് എത്തുന്ന സമയത്ത് എത്ര പുതിയ ഓർഡർ നിങ്ങൾ പ്ലേസ് ചെയ്യണം എന്നുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല. 2400 യൂണിറ്റ്സിലേക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ലെവൽ എത്തുന്ന സമയത്ത് യു ഹാവ് ടു പ്ലേസ് എൻ ഓർഡർ, ന്യൂ ഓർഡർ, ഫ്രഷ് ഓർഡർ. ഓക്കെ, ഇനി അതിന്റെ ക്വാണ്ടിറ്റി കിട്ടണം അല്ലെ. ഇനി അതിന്റെ ക്വാണ്ടിറ്റി എത്ര ഓർഡർ കൊടുക്കണം എന്നുള്ളതും നമ്മൾ നോക്കാം. അത് നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാ റീ ഓർഡർ ക്വാണ്ടിറ്റി, എത്രയാ 1500. അപ്പോൾ 2400 യൂണിറ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, 1500 നിങ്ങൾ എന്ത് ചെയ്യും, റീ ഓർഡർ ചെയ്യും എന്നുള്ളതാണ്. ഇനി നമുക്ക് കിട്ടുന്നത് മാക്സിമം സ്റ്റോക്ക് ലെവൽ. എങ്ങനെയാ, ROL പ്ലസ് ROQ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം ലീഡ് ടൈം. അപ്പൊ നമുക്കറിയാം ROL റീ ഓർഡർ ലെവൽ നമുക്കറിയാം എത്രയാ, 2400 പ്ലസ് ROQ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ROQ നമുക്കറിയാം എത്രയാണ്,
1500 മൈനസ് മിനിമം കൺസംഷൻ തന്നിട്ടുണ്ട്. എത്ര മിനിമം കൺസംഷൻ? 250 പെർ വീക്ക്. മിനിമം കൺസംഷൻ ഈസ് 250 പെർ വീക്ക്. മിനിമം ലീഡ് ടൈം നമുക്കറിയാം എത്രയാ? 4. മിനിമം ലീഡ് ടൈം എത്രയാണ്? 4 അല്ലെ? മിനിമം ലീഡ് ടൈം എത്രയാണ്? 4. അപ്പം മിനിമം കൺസംഷൻ ഈസ് 250. ഇനി മൈനസ് മിനിമം ലീഡ് ടൈം ഇൻറ്റു ലീഡ് ടൈം ഈസ് 4. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരിക? 2400 പ്ലസ് 1500 എത്രയായി? 3900 മൈനസ് 250 ഇൻറ്റു 400 250 ഇൻറ്റു 4 എത്രയാണ്? 1000 അല്ലെ? അപ്പൊ എത്ര വന്നു? 2900. സോ ദിസ് ഇസ് ദ മാക്സിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് എത്രയാണ് സ്റ്റോക്ക് ലെവൽ? 2900. 2900 നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ കൺസംഷൻ കുറഞ്ഞ് എത്ര എത്തും? 2400 യൂണിറ്റ് എത്തും. 2400 യൂണിറ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾ എത്രയുടെ ഓർഡർ പ്ലേസ് ചെയ്യണം? പുതിയ ഓർഡർ എത്ര പ്ലേസ് ചെയ്യണം? 1500 ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോഴേ 4 മുതൽ 6 ആഴ്ചക്കുള്ളിൽ ഈ 1500 യൂണിറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എന്താവുള്ളൂ? എത്തുള്ളൂ. ഗോട്ട് ഇറ്റ്? ദിസ് ഈസ് ദ പോയിന്റ്. ഓക്കെ. ഇനി അടുത്ത കാണുന്ന മിനിമം സ്റ്റോക്ക് ലെവൽ. എത്രയാണ് നിങ്ങളുടെ മിനിമം സ്റ്റോക്ക് ലെവൽ? ROL നമുക്കറിയാം. മിനിമം സ്റ്റോക്ക് ലെവൽ ROL എത്രയായിരുന്നു? 2400 മൈനസ് ആവറേജ് കൺസംഷൻ കിട്ടണം. ആവറേജ് കൺസംഷൻ എങ്ങനെ കിട്ടുക? മാക്സിമം കൺസംഷൻ പ്ലസ് മിനിമം കൺസംഷൻ ഡിവൈഡ് ബൈ 2 എന്നാണ്. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നേരിട്ട് എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് കൺസംഷൻ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 300 പെർ വീക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഏതാ? ആവറേജ് ലീഡ് ടൈം വേണം അല്ലെ? ആവറേജ് ലീഡ് ടൈം കൂടി വേണം. എത്ര ആവറേജ് ലീഡ് ടൈം? മാക്സിമം ലീഡ് ടൈം എത്രയാ? 6 പ്ലസ് മിനിമം ലീഡ് ടൈം എത്രയാ? 4 ഡിവൈഡ് ബൈ 2 ദാറ്റ് വിൽ ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ ടു 5. എത്രയാണ്? 5. ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ എന്താണ്? മിനിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് 2400 മൈനസ് ആവറേജ് കൺസംപ്ഷൻ എത്രയാ പറയുന്നത്? 300 ഇൻറ്റു 5 ആണ് ആവറേജ് ലീഡ് ടൈം. സോ 2400 മൈനസ് എത്രയാ? 1500. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹൗ മച്ച്? 900. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനി ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്നെങ്കിൽ മിനിമം മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2 ചെയ്യാം, അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് പ്ലസ് 1/2 ഓഫ് ROP ചെയ്യാം. രണ്ട് ചെയ്താൽ രണ്ട് ആൻസർ ആണെന്നും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക? മിനിമം സ്റ്റോക്ക് ലെവൽ എത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? 900 ആണ്. ഓക്കെ, 900 പ്ലസ് ഹാഫ് ഓഫ് എത്ര? ROQ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 1500 ആണ് റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വരും? 900 പ്ലസ് 750 that will be equal to 1650. ഇതാണ് നിങ്ങളുടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഇനി നിങ്ങൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അതായത് മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ 2. ഇത് വെച്ച് നിങ്ങളും ചെയ്ത് നോക്ക്. ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് സെയിം ആൻസർ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. മിനിമം സ്റ്റോക്ക് ലെവൽ എത്രയാ? 900. മാക്സിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാക്സിമം സ്റ്റോക്ക് ലെവൽ എത്രയായിരുന്നു? 2900 ആയിരുന്നു. അപ്പൊ അങ്ങനെ 2900 വരുന്ന സമയത്ത് എത്ര വരും? 2900 പ്ലസ് 900 എത്രയായി? 3800 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 3800 ഡിവൈഡ് ബൈ 2 എത്ര വരും? 3800 ഡിവൈഡ് ബൈ 2 1900. ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലെ? ഏതാണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ഏത് രീതിയിൽ കമ്പ്യൂട്ടർ ആൻസർ ചെയ്താലും രണ്ടിനും മാർക്ക് കിട്ടും, ഒരു പ്രശ്നവും വരുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ ഡിഗ്രി ലെവലിൽ മാത്രമല്ല, നമ്മൾ CA ബുക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കൺസെപ്ച്വൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 ഇൻ ICAI മെറ്റീരിയൽ ആദ്യത്തെ പ്രോബ്ലം ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രോബ്ലം നമ്പർ 2 നമ്മൾ പ്രോബ്ലം നമ്പർ 2 ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ബെറ്റർ വീഡിയോ ലെങ്ത് കൂടും. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം നമ്പർ 2 നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം സോ ഇന്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു.
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിയോഡർ ലെവൽ സ്റ്റോക്ക് ലെവലുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മൈസെൽഫ് അരുൺ കുമാർ.